നമ്മുടെ വേൾഡിൽ റിസഷൻസ് വരുമ്പോൾ IT ജോബ് മാർക്കറ്റ് വളരെ ടഫാണ്. കമ്പനീസ് ലേ ഓഫ് സ്റ്റാർട്ട് ചെയ്യും, ഹയറിങ്സ് സ്ലോ ആക്കും, ആൻഡ് ആകെ മൊത്തം ഒരു അൺസർട്ടനിറ്റി ഫീൽ ആവും. പക്ഷേ ഇന്നത്തെ കാലത്തെ ചില IT കരിയേഴ്സ് റിസഷനിൽ പോലും സേഫ് ആണെന്നാണ് റീസെന്റ് റിസർച്ച് പറയുന്നത്. ഓക്കെ ഞാൻ കുറെ നേരമായി നിങ്ങളോട് റിസഷൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? അത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു ചെറിയ ബ്രീഫ് തന്നിട്ട് മുന്നോട്ട് പോവാം. വാട്ട് ഈസ് റിസഷൻ? നമ്മുടെ വേൾഡിൽ വാർസ് ഉണ്ടാവുമ്പോൾ, ഗ്ലോബൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുമ്പോൾ, ഇൻഫ്ലേഷൻസ് ഉണ്ടാവുമ്പോൾ, പാൻഡമിക്സ് ഉണ്ടാവുമ്പോൾ, ഹെൽത്ത് ക്രൈസിസ് ഉണ്ടാവുമ്പോൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ നമ്മുടെ വേൾഡിലെ എക്കണോമി സ്ലോ ഡൗൺ ആവും. അപ്പോൾ എല്ലാ കമ്പനീസും ബഡ്ജറ്റ് കട്ട് ചെയ്യും, ഹയറിങ്സ് സ്ലോ ആക്കും, ലേ ഓഫ്സ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇന്ന് റീസെന്റ് റിസർച്ച് പറയുന്നത് നമ്മുടെ IT ഇൻഡസ്ട്രിയിൽ 4 റിസഷൻ പ്രൂഫ് കരിയേഴ്സ് ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി എക്കണോമി ഡൗൺ ആയാൽ പോലും ഡിമാൻഡ് സ്റ്റോപ്പ് ആണ്. ഫസ്റ്റ് വൺ, സൈബർ സെക്യൂരിറ്റി. റിസഷൻ ആയാൽ പോലും ഹാക്കേഴ്സിന് ഹോളിഡേസ് ഉണ്ടാവില്ല. അത് മാത്രമല്ല, മാസ് ലേ ഓഫ്സ് നടക്കുന്നതുകൊണ്ട് തന്നെ കമ്പനീസിന് ഹാക്കിംഗ് ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കമ്പനീസ് ഒരിക്കലും മാർക്കറ്റിംഗ് കോസ്റ്റ് കട്ട് ചെയ്താലും സെക്യൂരിറ്റി കോസ്റ്റ് കട്ട് ചെയ്യില്ല. കാരണം ഒരു ചെറിയ ബ്രീച്ച് മതി കമ്പനിക്ക് ലക്ഷങ്ങളോ കോടികളോ വരെ നഷ്ടമുണ്ടാക്കാൻ. സോ പ്രൊട്ടക്ഷൻ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് വൺ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റിസഷൻ പ്രൂഫ് ആണെന്ന് പറയാനുള്ള മെയിൻ കാരണം, റിസഷൻസ് വരുമ്പോൾ കമ്പനീസ് എല്ലാം കോസ്റ്റ് കട്ട് ചെയ്യാനുള്ള വഴികളായിരിക്കും നോക്കുക. ഓൺ ഫിസിക്കൽ സെർവർ മെയിൻ്റനൻസ്, ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ്, ന്യൂ പ്രോജക്ട്സ് വരുമ്പോൾ ഹാർഡ്വെയറിന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള വലിയ കോസ്റ്റ്, ഇതെല്ലാം കമ്പനീസിനെ ക്ലൗഡ് സർവീസസിലേക്ക് മൂവ് ചെയ്യാൻ ഫോഴ്സ്ഫുള്ളി തയ്യാറാക്കും. റിസൾട്ടോ കോസ്റ്റ് കുറയും, സ്പീഡ് കൂടും. അതുകൊണ്ട് തന്നെ റിസഷൻ വന്നാൽ പോലും ഈ സ്കില്ലിങ്ങിലേക്കുള്ള ഹയറിങ്സ് ഒരിക്കലും സ്റ്റോപ്പ് ആകില്ല. തേർഡ് വൺ, AI ആൻഡ് ഡാറ്റാ സയൻസ്. റിസഷൻസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുവരെ ഉണ്ടായ ലോസസ് ഓവർകം ചെയ്യാൻ വേണ്ടി കമ്പനീസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ വളരെ ചെറിയ കോസ്റ്റ് കൊണ്ട് വലിയ റിസൾട്ട്സ് അച്ചീവ് ചെയ്യാമെന്നായിരിക്കും. ആൻസർ എന്തായിരിക്കും? ഒറ്റ ആൻസറേ ഉള്ളൂ, അതാണ് ഓട്ടോമേഷൻ. ശരിക്കും അവിടെയാണ് നമ്മുടെ AI ആൻഡ് ഡാറ്റാ സയൻസ് ജോബ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അവർ മാനുവൽ ടാസ്ക് റെഡ്യൂസ് ചെയ്യും, ഡാറ്റാ ബേസ്ഡ് ഡിസിഷൻസ് എടുക്കും, വർക്ക് വളരെ ഫാസ്റ്റ് ആക്കും, വളരെ ചെറിയ കോസ്റ്റ്. സോ AI, ഡാറ്റാ സയൻസ് ആൻഡ് ഓട്ടോമേഷൻ സ്കിൽസ് ഉണ്ടെങ്കിൽ ജോബ് മാർക്കറ്റിൽ ലോ കോമ്പറ്റീഷൻ, സാലറി ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈസ് വെരി ഹൈ. ഫോർത്ത് വൺ, നെറ്റ്വർക്കിംഗ്. IT വേൾഡിന്റെ ബാക്ക് ബോൺ ആണ് നെറ്റ്വർക്ക്സ്. ക്ലൗഡ് ആയാലും സൈബർ സെക്യൂരിറ്റി ആയാലും AI ആയാലും നമ്മളായാൽ പോലും ഇന്റർനെറ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സോ റിസഷനിൽ വന്നാൽ പോലും നെറ്റ്വർക്ക് ജോബ് എപ്പോഴും സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഇനി ടെൻഷൻ വേണ്ട. സ്കിൽസ് ഉണ്ടെങ്കിൽ റിസഷൻ ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ചൂസ് വൈസ്ലി, ലേൺ പ്രാക്ടിക്കലി, കരിയർ ബിൽഡ് ചെയ്യൂ. പ്രഷർ അല്ല ഇപ്പോൾ വേണ്ടത്, പ്രിപ്പറേഷൻ ആണ്. I am your Basit Bashir, your career architect.